ഇപ്പോൾ പോലീസ് ഈ കേരളത്തിൽ കാണുന്നത് പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള മൃഗീയമായ വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുകയാണ്, യുവജനങ്ങൾക്കെതിരെ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സഖാവ് കെ രാജനും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കിയതാണ്. വലിയ പകർച്ചവ്യാധികൾക്ക് പോലും കാരണമായേക്കാവുന്ന ചെളിവെള്ളം കൊണ്ടാണ് കുട്ടികൾ അഭിഷേകം ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇന്നലെ SFI വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് നരനായാട്ടാണ്. അപ്പോൾ അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പീഡനങ്ങളുടെ മുമ്പിലും ഒരു അക്രമത്തിൻ്റെ മുമ്പിലും സർക്കാരിനെതിരായ സമരങ്ങൾ പിന്നോട്ട് പോവില്ല. അക്രമ സമരത്തിന് SFI DYFI തയ്യാറല്ല. ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസ് പറയുന്നത്. അല്ല, ഇതിനകത്ത് കാണേണ്ടത് ബ്ലേഡ്. പണ്ട് നിങ്ങൾക്കറിയണം, ഈ കേരളത്തിൽ എല്ലാ കാലവും UDF അധികാരത്തിലിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരപീഡനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാലടി സർവകലാശാല യൂണിയൻ്റെ ചെയർമാൻ അന്ന്, ഞാൻ ആ വർഷം ഓർക്കുന്നില്ല, UDF ഭരണകാലത്താണ്, ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചു. ചരിത്രത്തിലാദ്യം ആ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചത് സ്വകാര്യ ഭാഗത്തായിരുന്നു. അന്ന് നടു റോഡിൽ വസ്ത്രാക്ഷേപം ചെയ്തിട്ട് സ്വകാര്യ ഭാഗത്ത് ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗിക്കുന്ന ചിത്രം അന്ന് വളരെ വൈറലായ ചിത്രമാണ്. നിഷ്ഠൂര മനുഷ്യാവകാശ സംഘടനകളെല്ലാം അതിൽ ഇടപെട്ടു. അതങ്ങനെയാണ്, അവരുടെ ഒരു രീതി അങ്ങനെയാണ്. ഈ പറയുന്ന ഗ്രനേഡ് ആക്രമണത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട അന്നത്തെ AESFൻ്റെ നേതാവായിരുന്ന സജീഷിനാണ് ആദ്യമായി ഈ പരിക്കേൽക്കുന്നത്. ആദ്യമായി വിദ്യാർത്ഥികളെ ഗ്രനേഡ് പ്രയോഗിക്കുന്നത്. ഈ ശബ്ദമുണ്ടാക്കുന്ന ഗ്രനേഡല്ല, അപകടകരമായ ഗ്രനേഡ് പ്രയോഗിക്കുന്നത്. അത്ഭുതകരമായാണ് അയാളന്ന് രക്ഷപ്പെട്ടത്. ഇത് പോലീസിനൊരു രീതിയാണ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ നേരിടുന്നതിന് വേണ്ടി ഈ പറയുന്ന കയ്യിൽ ബാറ്റണിനകത്ത് എന്താ പറയുക, ഈ നമ്മുടെ ആണി തറച്ച ബാറ്റണുമായി വന്ന് നേരിടുന്നത് അന്ന് വലിയ വാർത്തയായതാണ്. ഇതെല്ലാം അവരുടെ രീതിയാണ്. അപ്പോൾ ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. UDF അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനേക്കാൾ നിഷ്ഠൂരമായ കടന്നാക്രമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെല്ലാം നേരിട്ട് ജനാധിപത്യപരമായ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഭീഷണി കാട്ടി പിന്നോട്ടാക്കാമെന്ന് കരുതണ്ട. ജലവീരങ്കിലെ വെള്ളം അവിടെ എവിടെ കിടന്ന വെള്ളം കൂടിയെടുത്താണെന്ന് ചില പത്രങ്ങളിൽ ചില ഫോട്ടോകൾ കണ്ടു. അല്ല, ഇതൊക്കെ എങ്കിൽ പിന്നെ പിറ്റേ ദിവസം എന്താ അവർ ഉപയോഗിക്കാത്തത്? നിയമസഭാ മാർച്ചിൽ നിങ്ങൾ കാണേണ്ട കാര്യം, ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ജനം വളരെ കൃത്യമായി, ഞങ്ങൾ അതെല്ലാം ചില മാധ്യമങ്ങൾ ഇപ്പോൾ താഴെ വന്ന് കിടക്കുന്ന വെള്ളം എടുക്കുന്നൊരു വിഷ്വൽ എടുത്തിട്ടാണ് ചില മാധ്യമങ്ങൾ ആ വാർത്തയാക്കിയത്. പക്ഷേ അങ്ങനെ അല്ലാതെ അത് വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെ അലിഗേഷൻ ഉന്നയിച്ചതാണ്. അത് സംബന്ധിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടല്ലോ, പരിശോധനാ ഫലം പുറത്തു വരട്ടെ. അല്ല, നിങ്ങൾ അനാവശ്യമായ ചോദ്യങ്ങളിലേക്ക് പോകണ്ട. അല്ല, ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ബ്ലേഡൊന്നും കൊണ്ടുവരത്തില്ല. ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. ഞങ്ങൾ ബ്ലേഡ്, പിന്നെ ഈ മഷിക്കുപ്പി, ഇതൊന്നും കൊണ്ടുപോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ. മനസ്സിലായല്ലോ? ഈ മഷിക്കുപ്പി കൊണ്ടുപോവുക, ബ്ലേഡ് കൊണ്ടുപോവുക, അതൊന്നുമില്ല. അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതാണ്. SFIയുടെ സമരം, DYFIയുടെയും സമരം, ഞങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നടന്നതെന്താണ്? തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു എന്നല്ലേ? ആരാ? ശ്രീ VD സതീശൻ. എത്ര വേഗതയിലാണ് ഫയൽ നീക്കം നടന്നത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ എല്ലാം ഫയൽ നീക്കമാണ് LDF കാലത്ത് വളരെ വേഗതയിൽ നടന്നത് എങ്കിൽ ഇപ്പോൾ ബെക്കാഡിക്ക് വേണ്ടിയുള്ള ഫയലാണ് വളരെ വേഗതയിൽ പോയത്. അപ്പോൾ ഇത് കാണുകയല്ലേ? അപ്പോൾ അവർ ബെക്കാഡിയെയും മദ്യ കമ്പനികളെയും പ്രതിനിധീകരിക്കുന്നു, ഞങ്ങൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും സംസാരിക്കും. ആ സമരങ്ങളെ ഏതെങ്കിലും തരത്തിൽ കള്ളക്കേസുകൾ കൊണ്ടോ മർദ്ദനമുറകൾ കൊണ്ടോ അടിച്ചമർത്താമെന്ന് നോക്കണ്ട. ജനാധിപത്യപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് അവിടെ ആലോചിച്ച് അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വം സംബന്ധിച്ച് പറയും. അത് അല്ല, പോലീസ് എപ്പോഴും ഭരിക്കുന്ന നേതൃത്വത്തിൻ്റെ, ഭരണ നേതൃത്വത്തിൻ്റെ നയങ്ങളാണ് നടപ്പിലാക്കുക. പോലീസ് നയമുണ്ട്, അപ്പോൾ സമീപനമുണ്ട്. ഞങ്ങളുടെ സമീപനം ജനാധിപത്യപരമായ സമീപനമായിരുന്നു. അതിലേതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് ഒരു നിലപാടുണ്ടായിരുന്നു.
അതാണ് എപ്പോഴും അങ്ങനെ ഉണ്ടാവുക. പക്ഷേ പറയട്ടെ, ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പൂർണ്ണമായ സ്വാധീനമുണ്ടോ എന്ന് ചെന്നിത്തല കൂടി പരിശോധിച്ച് നോക്കട്ടെ. ഞങ്ങൾക്ക് ചെന്നിത്തലയെന്നോ പറയട്ടെ, ചെന്നിത്തലയെന്നോ വി ഡി സതീശനെന്നോ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾ സമരം ചെയ്യും. അത് ചെന്നിത്തലയുടെ നയമാണോ, ഇനി അതല്ല ഈ പറയുന്ന വി ഡി സതീശൻ്റെ പോലീസാണോ, അതേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോലീസാണോ, അതായത് ഇപ്പോഴും നിയന്ത്രണം അപ്പുറത്താണോ, ഇതൊന്നും ഞങ്ങൾക്കൊരു ബാധകമായ കാര്യമല്ല. ഈ സംസ്ഥാന ഭരണത്തിൽ ഒരു ബന്ധവുമില്ലാത്ത KC വേണുഗോപാൽ ഒരു ആലപ്പുഴയെ വെച്ചൊരു പ്രതികരണം നടത്തിയ കണ്ടാവും, ഒരാളെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ. അങ്ങനെ ഒരു ഭീഷണികളൊക്കെ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യട്ടെ. അവരെന്തൊക്കെയാണ് ഈ കാര്യത്തിലൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നിയമവാഴ്ചയുള്ളൊരു നാടാണിത്. നിയമവാഴ്ചയുള്ള നാട്ടിൽ വളരെ നോക്കിയും കണ്ടും നിയമാനുസൃതമായും കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ജനങ്ങൾ നിയമപരമായി നേരിടും, ജനങ്ങളെ അണിനിരത്തി തെരുവിൽ നേരിടും. ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ അംഗബലം അവർക്ക് കൂടുതലായിരിക്കാം, ഞങ്ങൾക്ക് ഇപ്പോൾ കുറവായിരിക്കാം. ഇതിലൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ. മാത്രമല്ല, തെരുവിൽ പക്ഷേ അങ്ങനെ ആയിരിക്കില്ല എന്ന് കണ്ടോളണം. തെരുവിൽ അംഗബലം സംശയം എന്താ? അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, അതേന്നേ. ഇപ്പോൾ ഈ ED എന്ന് പറയുന്ന ഒരു സെലക്റ്റീവ് സംഭവമാണല്ലോ. EDക്ക് പനി പിടിച്ചിരിക്കുകയാണല്ലോ. അയോധ്യയിൽ കാണുന്നില്ല. രാമനെ കൊള്ളയടിച്ചപ്പോൾ EDയെ കാണുന്നില്ലല്ലോ. ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താ? രാജ്യത്ത് ഒരു വശത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സഭകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ദുരുദ്ദേശത്തോടു കൂടി ചട്ടഭേദഗതി കൊണ്ടുവരും. മറുവശത്ത് ഹൈന്ദവാരാധനാലയങ്ങളെ, രാമക്ഷേത്രത്തെ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ ഒക്കെ സംഘപരിവാർ കൊള്ളയടിക്കുന്നു. ആ കൊള്ളയടിക്കുന്നിടത്ത് ED എവിടെ? EDക്ക് പനി, EDക്ക് ജലദോഷം, ED ആ വഴിക്ക് പോകുന്നില്ലല്ലോ. ഇപ്പം ED അവരുടെ രാഷ്ട്രീയ യജമാനന്മാർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഈ RSSുമായി നേരിട്ട് ബന്ധമുള്ള ചമ്പത്രയടക്കം പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതെ, അങ്ങനെ വരുന്ന കേസിൽ EDയുടെ നിലപാട് ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ കോടികളുടെ കള്ളപ്പണമാണല്ലോ, കോടികളുടെ കള്ളപ്പണമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ കൊള്ളയടിച്ചിരിക്കുകയാണ്. ശ്രീരാമ ഭഗവാനെ കൊള്ളയടിച്ചപ്പോൾ EDക്ക് പനി, ED ആ വഴിക്ക് പോകുന്നില്ല. ED എന്തുകൊണ്ട് പോകുന്നില്ല പറയണ്ടേ? ഇനി അടുത്ത് ഒരിടത്ത് മാത്രമല്ലല്ലോ, ഒട്ടനവധി സ്ഥലങ്ങൾ വരെയല്ലേ. എവിടെ സെൻട്രൽ ഏജൻസി? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൊള്ളയടിച്ചവരെല്ലാം ഇവർക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടല്ലേ. രാഷ്ട്രീയ പ്രേരിതമായ ED ആർക്കെതിരെ വന്നാലും അതിന് രാഷ്ട്രീയമായി നേരിടും. ഇതുവരെ ഒരു FIR പോലും ഇല്ല. ഏതിലാണ്? അല്ല, FIR വരട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. FIR വരുന്നില്ല. FIR അല്ല, ഇപ്പോൾ വന്നത് എനിക്കറിയില്ല. FIR ആയാലും അതോടൊപ്പം തന്നെ അന്വേഷണമായാലും ED എവിടെ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ED ഇപ്പോൾ FIRും അന്വേഷണമൊന്നും ഇല്ലാതെ തന്നെയാണല്ലോ അവർക്കിഷ്ടമില്ലാത്ത എല്ലായിടത്തും കയറി ചെല്ലുന്നത്. MP പറയുന്നത് ഇപ്പോൾ വീണയുടെ കേസിൽ അപ്പോൾ പാർട്ടിയായിട്ട് ബന്ധമില്ല, നേരത്തെ ഒരു വ്യക്തിപരമായ കേസാണ്. അപ്പോൾ വീണയുടെ താങ്കൾ എന്തുകൊണ്ട് വീണയെ ഡിഫെൻഡ് ചെയ്യുന്നു ഇപ്പോഴും? അല്ല, നിലപാട് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിൽ പോയില്ല എന്നാണ്. രാമക്ഷേത്രത്തിൽ വലിയ കൊള്ള നടന്നു. ആ കൊള്ള നടന്നിടത്ത് എന്തുകൊണ്ട് ED പോകുന്നില്ല? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞതിന് പ്രസക്തിയില്ല. ഞാനത് സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഞങ്ങളത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടുണ്ട്. അവർ നിയമത്തിന് മുമ്പിൽ ഹാജരാണ്. ഇങ്ങനെ നിയമം ചോദിക്കുന്ന സമയത്തെല്ലാം പോകുന്ന ആളുടെ വീട്ടിൽ എന്തിനായിരുന്നു വന്ന് ED റെയ്ഡ് ചെയ്യുന്നത്? ഇതുവരെയുള്ള എല്ലാ അന്വേഷണത്തോടും സഹകരിച്ച ഒരാൾ, ആ അന്വേഷണത്തിൽ സഹകരിച്ച ഒരാളെ എന്തിനാണ് അവിടെ ചെന്നത്? അപ്പോൾ ലക്ഷ്യം വീണയല്ല, സഖാവ് പിണറായി വിജയൻ എന്നല്ലേ? അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.